കേരളത്തിലെ പ്രസിദ്ധ ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊന്നായ വെള്ളായണി ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലിയൂർ ദേശത്താണ്. അനന്തപുരിയുടെ ഗംഗ എന്നറിയപ്പെടുന്ന വെള്ളായണി കായലിനുമുണ്ട് ഒരു ചരിത്രം. മഹാഭാരത യുദ്ധത്തിനു ശേഷം ഭഗവത് ശാപമേക്കുന്ന അശ്വത്ഥമാവ് 3000 വർഷത്തോളം ജീർണിച്ച മുറിവുകളുമായി ഭൂമിയിൽ അലഞ്ഞുതിരിയാൻ വിധിക്കപ്പെട്ട സഞ്ചാരവീഥികളിലൊന്നായിരുന്നു വെള്ളായണിയുടെ പുരാണ വഴികൾ. സഹസ്രാബ്ദങ്ങളായുള്ള യാത്രയിൽ കുതിരയുടെ മുഖഛായയും മനുഷ്യന്റെ രൂപവുമൊത്ത അശ്വത്ഥമാവിനെ പല തലമുറയിൽപ്പെട്ടവരും മുന്നിൽ കണ്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒരിക്കൽ പാടത്ത് പണിയെടുത്തുകൊണ്ടിരുന്ന കർഷകൻ വഴിവക്കിലൂടെ നടന്നു വരുന്ന സന്യാസിയോട് തനിക്ക് ദാഹജലവുമായി വരുന്ന തൻ്റെ ഭാര്യ ഗംഗയെ കണ്ടോ എന്ന് തിരക്കുന്നു. കർഷകന് മുന്നിൽ വന്നു നിന്ന സന്യാസി പ്രാർത്ഥനയോടെ ഒരു നെൽക്കതിർ പിഴുതെടുത്ത് നിന്റെ ഗംഗ ഇവിടെ തന്നെയുണ്ട് എന്ന് പറയുന്നു. വയലിൽ നിന്നും ഗംഗയിൽ നിന്നെന്ന പോലെ ജലം ഉത്ഭവിച്ചു കൊണ്ടിരുന്നു. സാക്ഷാൽ അശ്വത്ഥമാവായിരുന്നു അത്. അങ്ങനെ ഉത്ഭവിച്ച ജലമാണ് പിൽക്കാലത്ത് വെള്ളായണി കായലായി മാറിയത്. അതുകൊണ്ട് തന്നെയാവാം ഈ കായൽ അനന്തപുരിയുടെ സ്വന്തം ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത്രമേൽ ശുദ്ധമാണ് വെള്ളായണി കായൽ പരപ്പ്. ഇവിടെ വിടരുന്ന താമരപ്പൂക്കളാണ് മിക്കപ്പോഴും ശ്രീപത്മനാഭന് പൂജയ്ക്കായി കൊണ്ടുപോകുന്നത്. ഒരിക്കൽ ഈ കായൽ പരപ്പിൽ വിരിഞ്ഞ വലിയ ചെന്താമരയ്ക്കുള്ളിലാണ് തിളങ്ങുന്ന സാളഗ്രാമമായി കുലശേഖരവാത്തി ദേവീ ചൈതന്യത്തെ ആദ്യമായി കണ്ടെടുത്തതും. കുലശേഖരൻ വാത്തി ദേവീ ചൈതന്യത്തെ കലമാൻ കൊമ്പിലേക്ക് ആവാഹിച്ചു. തുടർന്ന് പച്ചോലപ്പന്തൽ കെട്ടി വരിക്കപ്ലാവിൻ കൊമ്പിൽ തീർത്ത തിരുമുടിയിൽ ആവാഹിച്ചു പൂജ തുടങ്ങി. അങ്ങനെ വെള്ളായണിയുടെ തീരങ്ങൾക്ക് തലമുറകളായി പാടി നടക്കാൻ ദേവിയുടെ മഹാചൈതന്യ കഥകളുണ്ടായി. വെള്ളായണി ക്ഷേത്രത്തിലെ ആരാധനാ വിഗ്രഹമായ തിരുമുടിയുടെ ചൈതന്യ തീവ്രത അധികാരികൾക്ക് ബോധ്യമായ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. തിരുവിതാംകൂർ മഹാരാജാവ് ഒരിക്കൽ പ്രതിഷ്ഠാ വിഗ്രഹങ്ങൾ ഒഴികെയുള്ള എല്ലാ വിഗ്രഹങ്ങളും കൊട്ടാരത്തിൽ എഴുന്നള്ളിക്കാൻ കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെ കേളൻ കുലശേഖരവാത്തി വെള്ളായണി തിരുമുടി എഴുന്നള്ളിച്ചെത്തിയപ്പോൾ മറ്റു വിഗ്രഹങ്ങൾ ആദരപൂർവം വണങ്ങുന്ന മട്ടിൽ പീഠങ്ങളിൽ നിന്ന് ഉയർന്നു എന്നൊരൈതിഹ്യമുണ്ട്. അതുകൊണ്ട് വെള്ളായണി തിരുമുടിയെ മഹാരാജാവ് ഒരു പൂജാഹാളിൽ വെച്ച് പൂട്ടാൻ കൽപ്പിച്ചു. നിരാശനായി മടങ്ങിയ കേളൻ കുലശേഖരവാത്തിക്ക് സ്വപ്നദർശനത്തിൽ പല വഴികളും തെളിഞ്ഞുകെട്ടി. അതനുസരിച്ച് കരുവൻ പറയൻ എന്ന മഹാമാന്ത്രികനെ സന്ദർശിച്ചു. അദ്ദേഹം ദേവിയെ മോചിപ്പിക്കാനുള്ള മന്ത്രം അരുളിക്കൊടുത്തു. അങ്ങനെ തിരുമുടിയുമായി വാത്തി മടങ്ങുമ്പോൾ സന്ധ്യയായി. പള്ളിച്ചെല്ലിലെ ഒരു വീട്ടിൽ പൂജയ്ക്കുള്ള ദ്രവ്യങ്ങൾ ചോദിച്ചു. അവിടെ ഒരു വൃദ്ധ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സന്മനസ്സും ഭക്തിയുമുള്ള അവർ തൻ്റെ നിസ്സഹായാവസ്ഥ കേൾപ്പിച്ചു. ഉടൻ തന്നെ തെങ്ങിളനീർ അടർത്താൻ പാകത്തിൽ ചാഞ്ഞു വന്നു. പത്തായത്തിലെ നെല്ലിൽ കുറേ ഭാഗം പൊരിയായി മാറി. വാഴക്കുലയിലെ ഒരു പടല
പഴുത്തതായി കാണപ്പെട്ടു. ഭക്തി നിർഭരമായി അങ്ങനെ പൂജ നടന്ന ആ വൃദ്ധമാതാവിൻ്റെ തറവാടാണ് മാവർത്തല. പള്ളിച്ചൽ ദിക്കുബലി കഴിഞ്ഞാൽ ഇന്നും തിരുമുടിയെ ആദ്യം എഴുന്നള്ളിക്കുന്ന വീടാണിത്. തിരുമുടിയെ വിദഗ്ധമായി മടക്കിക്കൊണ്ടുപോയ കേളൻ കുലശേഖരവാത്തിയെ വധിക്കാൻ രാജാവ് കൽപ്പിച്ചു. അതിൻ പ്രകാരം രാജഭടന്മാരെത്തിയപ്പോൾ തൻ്റെ ജന്മദൗത്യം മനസ്സിലാക്കിയ വാത്തി ബ്രഹ്മത്തിൽ ലയിക്കാൻ ആഗ്രഹിച്ചു. തൻ്റെ സർവസിദ്ധികളും ക്ഷേത്രത്തിന് സമീപത്തുള്ള കാവിനകത്തെ ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു. ലിംഗപ്രതിഷ്ഠ നടത്തിയ ശേഷം ധ്യാനിക്കാൻ അല്പസമയം അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെ സമാധിയിലൂടെ അദ്ദേഹം വർഷത്തിലൊരിക്കൽ മീനമാസത്തിലെ അശ്വതി നാളിൽ തുടങ്ങി ഭരണിയിൽ അവസാനിക്കുന്ന ഉത്സവമാണ് ദേശവാസികളെല്ലാം സന്തോഷം കൊണ്ട് മതിമറക്കുന്ന ഉത്സവമാണ് കാളിയൂട്ടുത്സവം. തിരുമുടി കാണുമ്പോഴെല്ലാം മനം തിരുമുൻപിലർപ്പിക്കാൻ തോന്നും. ഓരോ വീടുകളിലും ഒരു പ്രത്യേക കണക്കിൻ പ്രകാരം തെക്കു ദർശനമായി തീർത്ത ഓലപ്പുരയിലാണ് ദേവിയെ എഴുന്നള്ളിച്ചിരുത്തുന്നത്. ദേവി ദാരികനെ അന്വേഷിച്ച് ദേശങ്ങളിലേക്ക് പോകുമ്പോൾ അമ്മയെ വരവേൽക്കുന്നതായുള്ള ചടങ്ങാണ് നിറപൂജ. പറണിൽ നിന്ന് നിലത്തിറങ്ങുന്ന ദേവിയും ദാരികനും നിലത്തിൽ വെച്ച് നടത്തുന്ന പോരാണ് നിലത്തിൽ പോര്. പലവിധ ആയുധങ്ങളുമായി പോരിനിറങ്ങുന്ന ദേവിയും ദാരികനും ഉഗ്രമായ പോരാട്ടം നടത്തുന്നു. പോരിനൊടുവിൽ ഏഴാമത്തെ പോരിൽ ദാരികന്റെ ശിരസ് കൊയ്തെടുത്ത് ബ്രഹ്മസ്ഥാനത്തർപ്പിക്കുന്നു. അതിന് മുൻവശത്തായി തെക്കു ദർശനത്തിൽ ദേവിയെ ഇരുത്തുന്നു. തുടർന്ന് ദേവിക്ക് മുന്നിൽ കുരുതി തർപ്പണം നടത്തുന്നു. അതിനുശേഷം ദാരിക കിരീടം ആചാരപരമായി ഉത്സവകർമ്മത്തിനായി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന കുടുംബക്കാർക്കു തന്നെ മടക്കിക്കൊടുക്കുന്നു. അജ്ഞാനമാകുന്ന ദാരികന്റെ കിരീടം അഥവാ ശിരസ് കൊയ്ത് ജ്ഞാനമാകുന്ന ദേവനാക്കി മാറ്റിയതിനാൽ ആ കിരീടം ദേവകിരീടം തന്നെയാകുന്നു. പറണേറ്റും നിലത്തിപ്പോരും കാളിയൂട്ടിന്റെ മുഖ്യഭാവങ്ങൾ തന്നെയാണ്. ഒരു ദിനം കൊണ്ട് പറഞ്ഞു പോകാവുന്നതല്ലല്ലോ ദേവീ മാഹാത്മ്യം. ഒരു യുഗം പറഞ്ഞാലും തീരാതെ തോരാതെ അതിങ്ങനെ അനാദിയായി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. കാളിയൂട്ടും പറണേറ്റ് കഥകളും ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന തിരുമുടി എഴുന്നള്ളത്തും ആയിരക്കണക്കിന് ഭക്തരുടെ മുന്നിലുള്ള ദേവിയുടെ ദർശനവുമൊക്കെ എങ്ങനെയാണ്
വാക്കുകളിലൂടെ പറയാൻ കഴിയുക. ഒരു ദർശനം തരു പ്രിയദർശിനി, വെള്ളായണിയമ്മേ ശിവനന്ദിനി. ഒരു ദർശനം തരു പ്രിയദർശിനി, വെള്ളായണിയമ്മേ ശിവനന്ദിനി. വാഴ്ത്തികൾ വാഴ്ത്തുന്ന മായേ നിന്മായ, വാഴ്ത്തുകയാണു ഞാൻ തായേ, വാഴ്ത്തുകയാണു ഞാൻ തായേ.